മത്സ്യമേഖലയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഹാർബർ പണിമുടക്കുമായി ബോട്ടുടമകൾ വ്യാഴാഴ്ച പൊന്നാനി AD ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തും. KMRF ആക്ടിലെ കരിനിയമങ്ങൾ പിൻവലിക്കുക, 12-15 വർഷം പഴക്കമുള്ള മരം ഇരുമ്പ് ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുക, ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് പൂർണ്ണമായും പിൻവലിക്കുക, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള ദ്രോഹ നടപടികൾ പിൻവലിക്കുക, ബോട്ടുകൾക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊന്നാനി ഹാർബർ പണിമുടക്കി മാർച്ചും ധർണയും നടത്തുന്നത്. അതേപോലെ തന്നെ 12 വർഷം 15 വർഷം കഴിഞ്ഞ ബോട്ടുകൾ പൊളിച്ചു മാറ്റേണ്ട നിയമങ്ങൾ, അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബോട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ഒരു ബോട്ട് കടലിൽ പോയാൽ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് 500 രൂപ പോലും കിട്ടാനുള്ള ഒരു മാർഗമില്ലാത്തൊരു സമയം. ആ സമയത്താണ് ബോട്ടുകൾക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഫൈൻ ഈടാക്കുന്നത്. കാരണം അത് വളരെയധികം ഈ മേഖലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് മറ്റു സംസ്ഥാനത്തില്ലാത്ത ഇത്തരത്തിലുള്ള നിയമങ്ങൾ അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് മത്സ്യബന്ധന മേഖല തകർത്തുകൊണ്ടിരിക്കുന്നു. പൊന്നാനി ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. അബ്ദുൽ ജബ്ബാർ, K സിദ്ദിഖ്, AK സജ്ജാദ്, M അബൂബക്കർ, M ഹംസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.